നമ്മളിന്ന് ക്രോഷ്യയുടെ ഈ കോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3mm ക്രോഷ്യ ഹുക്കും നമ്മൾ ഫൈൻ യാണുമാണ് എടുത്തിരിക്കുന്നത്. V3 ഫൈൻ യാണുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ മാജിക് റിങ് ചെയ്യുക. മാജിക് റിങ്ങിലേക്ക് ഇനി നമ്മൾ ചെയിൻ 2 എന്നിട്ട് 12 ഡബിൾ ക്രോഷ്യയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്യാം. മാജിക് റിങ് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയിൻ 2, അത് കഴിഞ്ഞിട്ട് ആ സെയിം സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിനാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയിൻ 1, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് പിന്നെയും ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ആ റൗണ്ട് മൊത്തം റിപ്പീറ്റ് ചെയ്ത് പോവും. ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, അങ്ങനെ രീതിയിൽ നമ്മൾ ചെയിൻസ് ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. അതിനനുസരിച്ച് നമ്മൾ ആ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് വരെ എത്തി. അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്കത് അറ്റാച്ച് ചെയ്യാം. ഇനി നമ്മൾ റോ 3 ആണ് ചെയ്യാൻ പോകുന്നത്. റോ 3 ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ 2 ചെയിൻസ് എടുത്ത സെയിം സ്റ്റിച്ചിലേക്ക് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ, അതായത് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം ചെയിൻ 1, ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്തു. ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, ചെയിൻ 1. ഈ രീതിയിൽ നമ്മൾ ഈ റൗണ്ട് മൊത്തം ചെയ്തെടുക്കണം. നമുക്ക് ഈ റൗണ്ട് മൊത്തം ചെയ്തെടുത്തിട്ട് കാണാം. നമ്മൾ ആ റൗണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് 2 ചെയിൻസ്, അത് കഴിഞ്ഞിട്ട് 2 ഡബിൾ ക്രോഷ്യ, അതായത് ഫസ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം, അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, അത് കഴിഞ്ഞിട്ട് ചെയിൻ 1, പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, ചെയിൻ 1. ഈ രീതിയിൽ മൊത്തം ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ടിന് ചെയിൻ 2, അത് കഴിഞ്ഞ് 3 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, ചെയിൻ 1. ആ രീതിയിൽ നമുക്ക് ആ റോയും കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ എന്താണ്, ചെയിൻ 2 ചെയ്യുക ആദ്യം, അത് കഴിഞ്ഞ് 3 ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് നാലാമത്തെ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, പിന്നെ ചെയിൻ 1. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാം. ഇപ്പം നമുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓരോ റോയും കണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ സർക്കിളിൻ്റെ
വലിപ്പം കൂടുന്നില്ലേ, നമുക്കിതിന് വലിപ്പം കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോരം വലിപ്പം വേണോ അതിനനുസരിച്ച് നമ്മളിതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ 3 ഡബിൾ ക്രോഷ്യം ഒരു ഇൻക്രീസുമാണ് ചെയ്തത്. അപ്പോൾ അടുത്ത റോ ചെയ്യുമ്പോൾ 4 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് ഒരു ചെയിൻ, പിന്നെ 5 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് ഒരു ചെയിൻ, അങ്ങനെയുള്ള രീതിയിൽ നമുക്കത് വലിപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടത്രയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. നമുക്കതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് റോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ യാൺ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ലാസ്റ്റിലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ആ യാൺ നമുക്ക് ഫാസ്റ്റ് ആൻഡ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കളയാവുന്നതാണ്. നമുക്കതിന് ഇടയ്ക്ക് നമ്മൾ തുന്നി വെച്ചാൽ മതി. നമ്മുടെ സ്റ്റിച്ചുകളുടെ ഇടയിലേക്ക് നമുക്ക് കയറ്റിയിട്ട് നമുക്ക് തുന്നി വയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മൊത്തം 12 റോസാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ പിന്നെ തുന്നി ചേർക്കാം, ഇതിപ്പോൾ കുഴപ്പമില്ല. നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ ഇതിന് കോസ്റ്ററിന് ചുറ്റും നമുക്ക് ആ ഗ്രീൻ കളറിൽ നമുക്ക് ലീഫ് പോലെ നമുക്ക് അറ്റാച്ച് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ യാൺ അറ്റാച്ച് ചെയ്യാം. ഗ്രീൻ യാൺ നമ്മൾ സൂപ്പർ ഫൈൻ യാൺ ആണ് എടുത്തിരിക്കുന്നത്. വെയ്റ്റ് 3യുടെ സൈസ് 3 ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി അതൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ചെയിൻ 5 ആണ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 5 ചെയ്തിട്ട് നമുക്ക് 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 4ാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. 5 ചെയിൻ സ്റ്റിച്ച്, 3 എണ്ണം സ്കിപ്പ് ചെയ്യുക, 4ാമത്തേലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. അതാണ് നമ്മൾ ഈ റൗണ്ട് ഫുൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ നമ്മളങ്ങനെ ഫുൾ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്തൊരു ലീഫ് മോഡലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ലീഫ് മോഡൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ചെയിൻസ് നമുക്കിനി ഓരോ ഈ സ്പേസിലും നമുക്കൊരു 6 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. നമ്മൾ 5 എണ്ണമല്ലേ ചെയ്തിരിക്കുന്നത്, 5 ചെയിൻസാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 6 ഡബിൾ ക്രോഷ്യ, 6ഓ 7ഓ ആയാലും ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഞാനിപ്പോൾ 6 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. 1 2 3 4 5 6 6 ഡബിൾ ക്രോഷ്യ വീതം നമുക്ക് എല്ലാത്തിലും നമുക്ക് ജസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സ്പേസിൽ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്ത സ്പേസില്ലേ, ആ സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മോഡലിൽ കേട്ടോ. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. 6 ഡബിൾ ക്രോഷ്യ ഓരോന്നിലും, 6 ഡബിൾ ക്രോഷ്യ, 1 2 3 4 5 and 6 6 ഡബിൾ ക്രോഷ്യ. ഈ സിംഗിൾ ക്രോഷ്യ ഇട്ട് ആ സ്പേസിൽ സിംഗിൾ ക്രോഷ്യയുടെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുൾ 6 ഡബിൾ ക്രോഷ്യ ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ നമുക്ക് റൗണ്ട് ഫുൾ നമുക്ക് ചെയ്തെടുക്കണം. നമുക്കത് ചെയ്തെടുത്തിട്ട് കാണാം. നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ. പറഞ്ഞ പോലെ തന്നെ അവിടെ നമുക്ക് ഈ ചെയിനും കൂടി എടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഈ അടിയിലത്തെ ചെയിനും കൂടി നമുക്ക് എടുത്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം.
അവസാനം ചെയ്യുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചും കൂട്ടിയിട്ട് നമുക്കിത് ലാസ്റ്റ് തുന്നി ചേർക്കാവുന്നു. അപ്പം സോ നമുക്ക് ഒരു ജസ്റ്റ് കോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലവേഴ്സാണ്. നമുക്ക് ഫ്ലവേഴ്സ് എല്ലാത്തിനും ചെയ്യേണ്ടത് ഒന്നിടവിട്ടോ അല്ലെങ്കിൽ 2-3 ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്തോരം ഫ്ലവേഴ്സ് വേണോ അതിനനുസരിച്ച് നമുക്കിത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് റെഡ് കളറിലെ യാൺ എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും ടൈറ്ററായിട്ടുള്ള യാണുണ്ട്. 2.5 mm യാണാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇത്തിരി കൂടി തിന്നർ വണ്ണാണ്. നമുക്കതുകൊണ്ട് 2.5 ആവശ്യമില്ല. നമുക്ക് 2 mm ഹുക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കുറച്ചും കൂടി നമുക്കൊരു ടൈറ്റർ ടെൻഷൻ കിട്ടും. ഞാൻ ഇത്തിരി കൂടി തിന്നർ ചെയ്യണം. 3 ply കോട്ടൺ യാണാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? 2 mm ഹുക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മളിവിടെ സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ടില്ലേ, അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്രോഷ്യ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ 10 ചെയിൻസാണ് ഇടാൻ പോകുന്നത്. 10 ചെയിൻസാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഇനി ഓരോന്നിലും 3 ഡബിൾ ക്രോഷ്യ വെച്ച് വേണം ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഇത്തിരി കൂടെ വലുത് വേണമെന്നുണ്ടെങ്കിൽ 2 അഡീഷണൽ ചെയിനുകൾ കൂട്ടിയിടാം. എന്നിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. ഫുൾ ത്രൂ ദ ലൂപ്പ്, ഫുൾ ത്രൂ 2 ലൂപ്സ്, ഫുൾ ത്രൂ 2 ലൂപ്സ്. ഇങ്ങനെ എല്ലാത്തിലും 3 വീതം ചെയ്യുക. ഓരോ ചെയിനിലും എന്ത് ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തേൽ ചെയ്തു, രണ്ടാമത്തേൽ ചെയ്യാൻ പോവുകയാണ്. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു മിനി റോസ് ഉണ്ടാക്കിയിട്ട് നമുക്കത് അറ്റാച്ച് ചെയ്യുകയോ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, നമുക്ക് ഈസിയസ്റ്റ് വേ ആയിട്ട് നമുക്കത് ഒട്ടിച്ച് വെച്ചാലും മതി. അങ്ങനെ ആയിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. കാരണം നമുക്കിത് ലുക്ക് തന്നെ ഒന്നല്ലേ ഉള്ളൂ. ലാസ്റ്റത്തേലാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ചെയ്യാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും ലാസ്റ്റത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, കാരണം ഇത്തിരി ടൈറ്റ് ആയിരിക്കും അതിൻ്റെ ടെക്സ്ചർ. നമുക്കിപ്പോൾ തന്നെ കാണാതെ ഒരു റോസ് പോലെ ചുരുണ്ട് പോകുന്നു. നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോസ്. ഇപ്പോൾ തന്നെ അത് ചുരുണ്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം, ഇപ്പോൾ തന്നെ അത് ചുരുണ്ട് വന്നിരിക്കുന്നത്. നമുക്കിനി ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ, ചുരുട്ടുക എന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, വന്നിട്ടുണ്ട്. കണ്ടോ, ക്ലിയറായോ? ഓരോന്നും ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാം. അതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ്, ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കിടപ്പില്ലേ, ഇനി ഞാൻ അതിൻ്റെ സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യാൻ പോകണം. അതായത് എവിടെയാണ് അവസാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യം ഇട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ആദ്യം അറ്റാച്ച് ചെയ്ത് ഞാൻ കിടപ്പില്ലേ, അത് നമ്മൾ പുള്ളി ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യം ഇട്ട് കഴിഞ്ഞാൽ അതവിടെ സ്ട്രോങ് ആയിട്ടിരുന്നു. പിന്നെ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊണ്ട് എടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. കാരണം നമുക്കിത്
സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ജസ്റ്റ് റോൾ ചെയ്യണം. കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുന്നത്, നമുക്കിത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക, അറ്റാച്ച് ചെയ്യാം. അപ്പം നമുക്ക് ഇടയിൽ കൂടെ ജസ്റ്റ് കയറ്റി ഇറക്കിയും തുന്നിയാൽ മതി. വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് കയറ്റി ഇറക്കി എല്ലായിടത്തേക്കും കൂടെ തുന്നി സെക്യൂറായിട്ട് ഇരിക്കുന്ന രീതിയിൽ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ റോസ് ചെയ്തത് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ഒരെണ്ണത്തിൻ്റെയോ രണ്ടെണ്ണത്തിൻ്റെയോ ഗ്യാപ്പ് ഇട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കണം. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂചി എടുത്തിട്ടുണ്ട്. നമ്മുടെ നൂല് സൂചി കൂടെ തന്നെ നമുക്കിത് തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. കാണിച്ചു തരാം ജസ്റ്റ് ഇതെങ്ങനെയാണ് തുന്നുന്നതെന്ന്. നമ്മുടെ സാധാ പൊന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ജസ്റ്റ് ഉള്ളിൽ കൂടെ തുന്നുക. ജസ്റ്റ് മേക്ക് ഷുവർ ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇനി ജസ്റ്റ് ഒരു അടിയിലും വേണ്ട, അടിയിലും ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക. ജസ്റ്റ് മുകളിലേക്ക് എടുക്കുക. നമുക്കിത് സെക്യൂർ ചെയ്യണം. ഓക്കെ, ഭംഗി പോവാത്ത രീതിയിൽ ഇവിടെ നിന്ന് താഴോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടോ, നമുക്ക് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കതിൻ്റെ അവസാനം നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇത് ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുത്താൽ മതി. ഞാൻ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ നമ്മുടെ ഫ്ലവേഴ്സ് നമ്മൾ ചുറ്റും നമുക്ക് വേണ്ട ഗ്യാപ്പിൽ ഒന്നിടവിട്ടോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് മൊത്തം ഒന്ന് ഞാൻ ജസ്റ്റ് എല്ലാത്തിലും ഫ്ലവേഴ്സ് വെച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 10 ചെയിൻ സ്റ്റിച്ച് +2 12 ഇടുക. എന്നിട്ട് ബാക്കി വരുന്ന ആ 10 എണ്ണത്തിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് ഒന്ന് തുന്നിയിട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള നൂല് ജസ്റ്റ് ഇതിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മതി. സേഫ്റ്റിക്ക് അത് വിട്ട് പോകുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് തുന്നി കൊടുത്താൽ മതി. തുന്നി കൊടുത്തിട്ട് നിങ്ങൾക്കത് കട്ട് ചെയ്തിടാം. അത് പിന്നെ പോകുന്നില്ല. നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് വാഷ് ചെയ്യാനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് അതങ്ങോട്ട് കട്ട് ചെയ്തിടാൻ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതുപോലെ ഒന്നിലോട്ട് എല്ലാത്തിനും ഫ്ലവേഴ്സ് ചെയ്യാം. അപ്പം നമുക്കിനി നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തൊക്കെ നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2-3 എണ്ണം കൂടി നമുക്ക് ഒട്ടിക്കാനുണ്ട്. നമുക്ക് തുന്നിയിട്ടായാലും ചെയ്യാം, ഒട്ടിച്ചിട്ടായാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നു. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് 12 ചെയിൻസ് ഇട്ടിട്ട് 10 ചെയിൻ ഇട്ടു, അതിൻ്റെ അഡീഷണൽ 2 ചെയിൻ ഇട്ടിട്ട് ആ 2 എണ്ണം സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിൻ മുതൽ 3 ഡബിൾ ക്രോഷ്യ ഓരോന്നിലും ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കണ്ടോ, എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫോൾഡ് ചെയ്യണം. ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ ചുരുട്ടി കൊടുക്കുക. ഒരു റോസ് പൂവിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി കൊടുത്തിട്ട് നമുക്കിത് തുന്നി പിടിപ്പിക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് തുന്നി എല്ലാം സേഫായിട്ട് തുന്നിയിട്ട് നമ്മൾ ഇവിടെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. തുന്നിയിട്ടായാലും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടായാലും ചെയ്യണത് ഞാൻ കാണിച്ചു തന്നതാണ്. നമുക്ക് തുന്നിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് സൂചിയിലേക്ക് ഈ നൂല് നമുക്ക് കോർത്തിട്ട് ജസ്റ്റ് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടാൽ മതി. ഓക്കെ, അത് സേഫായിട്ട് ഇരുന്നോളും. ജസ്റ്റ് മേക്ക് ഷുവർ അത് കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും കൂടിയും പോകണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ നിന്നും കൂടി ജസ്റ്റ് ഇവിടേക്ക് ചെയ്യുക.
എന്നിട്ട് ഇതൊന്ന് നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. എന്നിട്ട് നമുക്കിത് 3 ഞാൻ ജസ്റ്റ് നമ്മൾ നോർമൽ കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്ക് തുന്നി പിടിപ്പിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് ഞാൻ ഒട്ടിക്കുകയാണ്. നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട്, നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് നമ്മൾ ജസ്റ്റ് ഒട്ടിക്കാൻ പോവുകയാണ്. എത്തിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ചെയ്യാതെ നോക്കണം കേട്ടോ. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ. ഇത് മുതലാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത്. ഞാൻ ജസ്റ്റ് കത്തിച്ചിട്ട് തീയിൽ കളിക്കുമ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നു, ഇത് ഒട്ടിക്കുന്നു. സേഫാണ് ഇനി അവിടെ. ബ്ലാങ്കറ്റ് ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തമായിട്ടൊന്ന് കാണിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ വയറിൽ. നമുക്ക് ഫുള്ളായിട്ടുള്ളതും കൂടി കാണാം. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഫുള്ളി ഇരിക്കുന്നത്. നമുക്കിതിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇതിന് വലുപ്പത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ മാറ്റായിട്ടും അല്ലെങ്കിൽ ഇത് ചെറുതാക്കി ചെയ്യണമെങ്കിൽ നമുക്ക് കപ്പും സോസറൊക്കെ വെക്കാനായിട്ടുള്ള കോസ്റ്ററായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ.